Okay, next one we are going to learn symbiotic biological nitrogen fixation. So we have already discussed that Rhizobium, it is the bacteria which is present in root nodules of leguminous plants. Right. So we are dealing with legume bacteria relationship. So Rhizobium species. Okay, so Rhizobium, it is a rod-shaped bacteria. So this Rhizobium is present in the roots of legumes. So legumes include alfalfa, sweet clover, sweet pea, lentils, broad bean, clover beans, etc. അതായത് നമ്മുടെ പീ പ്ലാന്റ്സ് ആ ഗ്രൂപ്പിൽ പെട്ടത്, നമ്മുടെ പയർ വർഗ്ഗങ്ങളിൽ പെട്ടവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെഗൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ദ മോസ്റ്റ് കോമൺ അസോസിയേഷൻ ഓൺ റൂട്ട്സ് ഈസ് ആസ് നോഡ്യൂൾസ്. സോ യു ക്യാൻ സീ നോഡ്യൂൾസ്, small nodules in this roots. So this nodule shows the association of Rhizobium with the roots of this leguminous plants. Then ഇനി വേറൊരു കാര്യം നമുക്കിവിടെ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാമല്ലോ, നോഡ്യൂൾസിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒരു പീ പ്ലാന്റിൻ്റെ റൂട്ട് എടുത്തിട്ട് ആ നോഡ്യൂൾസ് ഒന്ന് നടുക്ക് വെച്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് കാണാം, ദ ഇൻസൈഡ് പാർട്ട് വിൽ ബി പിങ്ക് ഇൻ കളർ. ഇത് എങ്ങനെ ഇരിക്കും, നടുക്ക് അതിനൊരു പിങ്കിഷ് കളർ ഉണ്ടാവും, ഒരു പിങ്ക് കളർ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ പിങ്ക് കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് leguminous hemoglobin, also known as leg hemoglobin. So you all know our blood contains hemoglobin. Like that, in the root nodules of leguminous plants there is a pigment and it is known as leguminous hemoglobin or leg hemoglobin. Okay, so this is the symbiotic relationship in the case of Rhizobium and root of leguminous plants. Then in case of non-leguminous plants, okay, not only in leguminous plants, in case of non-leguminous plants there is an example given, example alnus. So alnus എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ അത്ര കോമൺ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ട് കണ്ടേക്കുന്ന ഒരു ട്രീ ഒന്നും അല്ല. നമ്മുടെ മൾബെറിയുടെ ഒക്കെ പോലെ കുറച്ചും കൂടി നീളമുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുന്ന ഒരു, നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം ആൽനസ്ന്ന്, അങ്ങനത്തെ ഒരു ട്രീ ആണ്. അന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ കേസിൽ, in case of non-leguminous plants there is also a symbiotic bacteria which helps in nitrogen fixation, and that is Frankia. Okay, so you have to know the difference. In leguminous plants, which is the bacteria Rhizobium, in non-leguminous plants Frankia. Okay, so Rhizobium and Frankia are free living in soil, but as symbionts they can fix atmospheric nitrogen. Symbiotic relationship, പ്ലാന്റുമായിട്ടുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പിലാണ് അവരെന്ത് ചെയ്യുള്ളൂ, നൈട്രജൻ ഫിക്സേഷൻ നടത്തുള്ളൂ. അവർ ഫ്രീ ലിവിങ് ആണ്, സോയിലിൽ ഫ്രീ ലിവിങ് ആണ്, പക്ഷേ സിംബയോട്ടിക് ആയിട്ടിരിക്കുന്ന ടൈമിൽ, ആ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ദേ വിൽ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഓക്കെ, ദെൻ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഫിഗർ തന്നിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ സ്റ്റേജസ് ഇൻ നോഡ്യൂൾ ഫോർമേഷൻ. സോ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് വെൻ റൈസോബിയം ഇൻഫെക്ട്സ് ദ റൂട്ട് നോഡ്യൂൾസ് or when rhizobium enters the root there is a nodule formation. Okay, so how is this nodule formed? So these are the steps in nodule formation. ഫിഗർ കണ്ടാൽ നമുക്ക് ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നും, അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റൈസോബിയം മൾട്ടിപ്ലൈ ആൻഡ് colonize the surroundings of the roots and get attached to epidermal and root hair cells. എന്ത് ചെയ്യും, ആദ്യം നമ്മുടെ ബാക്ടീരിയ റൂട്ടിന് ചുറ്റും, റൂട്ടിൻ്റെ സറൗണ്ടിങ് ഏരിയാസിൽ ദിസ് ബാക്ടീരിയ വിൽ മൾട്ടിപ്ലൈ ആൻഡ് കോളനൈസ് എറൗണ്ട് ദിസ് റൂട്ടിൻ്റെ ചുറ്റുമുള്ള ഏരിയാസിൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദേ ഗെറ്റ് അറ്റാച്ച്ഡ് ടു എപ്പിഡെർമൽ ആൻഡ് റൂട്ട് ഹെയർ സെൽസ്. ഔട്ടർ കവറിങ് ഉണ്ടല്ലോ, എപ്പിഡെർമിസ്. സോ എപ്പിഡെർമിസ് സെൽസുമായിട്ടും അതുപോലെ തന്നെ റൂട്ട് ഹെയറിലെ സെൽസുമായിട്ടും അറ്റാച്ച് ചെയ്യും ബാക്ടീരിയ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. Okay, so the first step is Rhizobium multiply and colonize around the root and it get attached to the cells of root hairs as well as the epidermis. Then second step is root hairs will curl.
ഓക്കെ. ഈ ബാക്ടീരിയ റൂട്ട് ഹെയർ സെൽസ് ഒക്കെ ആയിട്ട് അറ്റാച്ച് ആയി കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ദ റൂട്ട് ഹെയർസ് വിൽ കേൾ. റൂട്ട് ഹെയർസ് ഒന്ന് ചുരുളും. ദേ വിൽ കേൾ ആൻഡ് ദ ബാക്ടീരിയ ഇൻവേഡ് ദ റൂട്ട് ഹെയർ. റൂട്ട് ഹെയർസ് കേളായി കഴിയുമ്പോൾ ബാക്ടീരിയ പതുക്കെ എങ്ങോട്ട് കിടക്കും? റൂട്ട് ഹെയർസിലേക്ക് എൻറ്റർ ചെയ്യും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. Okay, so root hairs curl and bacteria will enter the root hair. Then the third step, an infection thread is produced. ഓക്കെ, ഈ കാണിച്ചേക്കുന്നതാണ് ഇൻഫെക്ഷൻ ത്രെഡ്. അതായത് ബാക്ടീരിയ റൂട്ട് ഹെയർസിൽ കൂടെ എൻറ്റർ ചെയ്ത് ഉള്ളിലേക്ക് കോർട്ടെക്സ് റീജിയനിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. ബാക്ടീരിയാസ് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നതാണ് നമ്മളൊരു ഇൻഫെക്ഷൻ ത്രെഡ് എന്ന് പറയുന്നത്. അതല്ലാതെ അവിടെ വേറൊരു ത്രെഡൊന്നുമില്ല, ബാക്ടീരിയ ആണ് ആ ത്രെഡിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അല്ലാതെ വേറൊരു സ്ട്രക്ചർ അല്ല, ബാക്ടീരിയ തന്നെ ഫോം ചെയ്തേക്കുന്ന സ്ട്രക്ചറാണ്. ദാറ്റ് ഇസ് ഇൻഫെക്ഷൻ ത്രെഡ്. സോ ആൻ ഇൻഫെക്ഷൻ ത്രെഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ക്യാരിയിങ് ദ ബാക്ടീരിയ ഇൻ ടു റൂട്ട് കോർട്ടെക്സ്. ഓക്കെ, സോ ആൻ ഇൻഫെക്ഷൻ ത്രെഡ് ഈസ് ഫോംഡ് ആൻഡ് ദ ബാക്ടീരിയ മൂവ്സ് ടു റൂട്ട് കോർട്ടെക്സ് ആൻഡ് they will initiate the nodule formation. So where is nodule formation initiated? It is initiated in the root cortex. Okay, so nodule formation is initiated in the root cortex. Then bacteria released from thread into the cells. It leads to differentiation of specialized nitrogen fixing cells. So bacteria ഈ ഒരു ഇൻഫെക്ഷൻ ത്രെഡിൽ നിന്ന് എങ്ങോട്ട് റിലീസ് ചെയ്യും? കോർട്ടെക്സിലെ സെൽസിലേക്ക് റിലീസ് ചെയ്യും. ആൻഡ് ദിസ് ലീഡ് ടു ഡിഫറൻസിയേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെൽസ്. സോ അവിടെയുള്ള സെൽസ് ദേ വിൽ ഗെറ്റ് ഡിഫറൻഷിയേറ്റഡ്. ദാറ്റ് ഇസ് ദ സെൽസ് വിൽ അണ്ടർഗോ കണ്ടിന്യൂസ് ഡിവിഷൻ ആൻഡ് ലേറ്റർ ദേ വിൽ attain a particular function. അതിനാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസിയേഷൻ മീൻസ് സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവസാനം അതിനൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കിട്ടുക, അതാണ് ഡിഫറൻസിയേഷൻ. ഓക്കെ, സോ ദ സെൽസ് വിൽ ഡിഫറൻഷിയേറ്റ് ടു ഫോം നൈട്രജൻ ഫിക്സിംഗ് സെൽസ്. അവിടെയുള്ള സെൽസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്ത് എന്ത് സെൽസ് ആയിട്ട് മാറും? നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. That is the fourth step. Okay, so which is the fourth step? Bacteria released from thread to cells and the cells undergo differentiation to form nitrogen fixing cells. Then the last step, the nodule establishes a direct vascular connection with the host for exchange of nutrients. So here a nodule, that is nitrogen fixing cells, a group of nitrogen fixing cells, that is a nodule establish a direct vascular connection with the host for exchange of nutrients. ഓക്കെ, ആ ഹോസ്റ്റ് പ്ലാന്റുമായിട്ട് ഇറ്റ് വിൽ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, വാസ്കുലാർ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം നമ്മുടെ ത്രൂ ഔട്ട് ദ ബോഡി സർക്കുലേഷൻ നടത്തുന്ന ഒരു സിസ്റ്റമാണ്. ലൈക്ക് ദാറ്റ് ഹിയർ ദർ ഇസ് എ വാസ്കുലാർ സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നമ്മുടെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ നൊഡ്യൂൾ ഫോർമേഷനുള്ള സ്റ്റെപ്സ്. ഫസ്റ്റ് ഫിഗർ നോക്കി പഠിക്കുക കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ആൻഡ് കോളനൈസ് അറൗണ്ട് റൂട്ട് ഹെയർസ് ആൻഡ് ദേ ഗെറ്റ് അറ്റാച്ച്ഡ് ടു എപ്പിഡെർമൽ സെൽസ് ആൻഡ് റൂട്ട് ഹെയർ സെൽസ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, റൂട്ട് ഹെയർസ് കേൾ and bacteria will enter through the root hair. An infection thread is formed and bacteria is carried to root cortex. Then nodule formation is initiated there. Then bacteria are released from the thread and differentiation of cells to form nitrogen fixing cells. The nodule forms a connection with the host for exchange of nutrients. Okay, അപ്പോൾ ഫിഗർ വെച്ച് ഈ 5 സ്റ്റെപ്സും പഠിക്കുക കേട്ടോ.